പേടിയോ? എന്നെയോ? എന്തിന്? നിന്നെ അവൾ കാണുന്നത് നീ ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോഴാണ്. അന്ന് അവളെ കെട്ടാൻ തീരുമാനം പറഞ്ഞപ്പോൾ നീ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയില്ലേ? അപ്പോൾ അവൾക്ക് നിന്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട് പേടിയായതാണ്. പിന്നെ നീ അവളെ നോക്കി ഇതുവരെ ഒന്ന് ചിരിച്ചിട്ട് പോലില്ലല്ലോ. ആദ്യം ഇപ്പോഴാണ് സ്വയം ആലോചിക്കുന്നത്. കണ്ടത് മുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും അത് പറയുമെന്നല്ലാതെ ഒന്ന് ചിരിച്ചിട്ടോ അധികം സംസാരിച്ചിട്ടോ ഇല്ല. ചാരു മറ്റൊന്നും പറയാതെ അകത്തേക്ക് കയറി. ചിന്നനും വിക്കും ഇന്നെടുത്ത സെൽഫിയൊക്കെ നോക്കുകയാണ്. ഏട്ടാ, ഇതിലേതാ രസം? ചിന്നൻ ഫോൺ ആദിയുടെ കയ്യിൽ കൊടുത്തു. 2 ഫോട്ടോ കാണിച്ചു കൊടുത്ത് പറഞ്ഞു. ആമിയുടെ പലതരത്തിലുള്ള പോസ് കണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇത് ഒരു പിക്ക് കാണിച്ചു കൊടുത്ത് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അടുക്കൽ നിന്ന് ആമിയുടെ കുലങ്ങിയുള്ള ചിരി കേൾക്കുന്നുണ്ട്. അവൻ മറ്റൊന്നും ശ്രദ്ധിക്കാതെ മുകളിലേക്ക് കയറിപ്പോയി. ആമിയെ കണ്ട് ഇന്നില്ല എന്തോമ്മേ? ചാരു എന്തോ പറയാൻ പോയപ്പോഴേക്കും ആമി അവളുടെ വായ പൊത്തിപ്പിടിച്ചു. ഒന്നില്ലമ്മേ, ഈ ചേച്ചി എന്തോ പറയാ. ചാരു തല കൊണ്ടും കണ്ണുകൊണ്ടും ഓരോന്ന് കാണിക്കുന്നുണ്ട്. അവസാനം പറയില്ലെന്ന് കാണിച്ചപ്പോഴാണ് കൈ മാറ്റിയത്. എന്തോമ്മേ, ഇന്ന് ബാബുവേട്ടൻ്റെ മോൻ രാകേഷ് ഞങ്ങളെ പുറകെ തന്നെയായിരുന്നു. പാവൻ ചെക്കൻ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു ഇവളെ കെട്ടുകഴിഞ്ഞതാണെന്ന്. ചാരു അത് പറഞ്ഞ് സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ചാടിയിറങ്ങി. ആമയാണെങ്കിൽ എല്ലാം നാറ്റിച്ചു എന്ന് മനസ്സിൽ പറഞ്ഞ് ചാരുവിൻ്റെ പുറകെ ഓടി. ആമയോടി അടുക്കള വാതിൽ കടന്നതും അടുക്കളയിലേക്ക് നടന്നു വരുന്ന രുക്കുവിൻ്റെ ദേഹത്ത് പോയി ഇടിച്ചു. 2 പേരുടെ നെറ്റി രണ്ടും കൂട്ടിമുട്ടി. ആമി നെറ്റി ഒഴിഞ്ഞ് നേരെ നോക്കുമ്പോഴാണ് ഭദ്രകാളിയുടെ കൂട്ട് ഉറഞ്ഞു തുള്ളുന്ന രുക്കുവിനെ കണ്ടത്. അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവരെ നോക്കി. എന്താ കൊച്ചി ഇത്? ദേഹത്ത് വന്ന് വീഴാണോ? ഇതൊക്കെ നിന്റെ വീട്ടിൽ മതി. ആ പട്ടിക്കാട്ടിൽ ഇതൊക്കെ നടക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെയൊന്നും നടത്തില്ല. പെൺപിള്ളേരായാൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം. അതെങ്ങനെ? ഇതൊക്കെ പഠിക്കണമെങ്കിൽ നല്ല കുടുംബത്തിൽ ജനിക്കണം. വീട്ടിലുള്ള ആരും എനിക്കിതൊന്നും പഠിപ്പിച്ച് തന്നിട്ടില്ലേ? തോട്ടത്തിൽ തേയില നുള്ളാൻ പോകുന്ന അമ്മ എന്ത് പറഞ്ഞു തരാനല്ലേ? പുച്ഛിച്ചുകൊണ്ടുള്ള അവളുടെ വാക്കുകൾ ഒരു കാര്യം പോലെ അവളുടെ ഹൃദയത്തിൽ കയറി. കണ്ണുകൾ നിറഞ്ഞൊഴിഞ്ഞ് ശബ്ദം കേട്ട് എന്തു അവിടേക്ക് വന്നു. എന്തരുക്കു? എന്തു പറ്റി? എന്തു കാര്യം മനസ്സിലാവാതെ ചോദിച്ചു. ഇവള് എന്നെ ഇപ്പൊ കുന്നനെ ഇടിച്ചു കയറി വരല്ലേ? ദേഹത്തൊന്ന് തട്ടിയെന്ന് കരുതി ചാവാനൊന്നും പോകുന്നില്ല ആൻറ്റി. രുക്ക് പറഞ്ഞത് കേട്ട് ചാരു അവരോട് പറഞ്ഞു. എൻ്റെ മുഖത്തൂക്കി എതിർത്ത് സംസാരിക്കാത്ത പിള്ളേരാണ്. എന്ത് കൈവിഷാടി നീ കൊടുത്തത്? ആമിയെ നോക്കി വീണ്ടും പറഞ്ഞപ്പോൾ അവൾക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല. ഓടി പടികൾ കയറുമ്പോൾ പാവാട തടഞ്ഞു വീഴാൻ പോയിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി. ആദ്യം എന്തോ ഫയലെടുത്ത് തിരിയുമ്പോഴാണ് കരഞ്ഞുകൊണ്ട് ഓടി ബാത്റൂമിൽ കയറിയ ആമിയെ കണ്ടത്. അവന് കാര്യങ്ങൾ മനസ്സിലായില്ല. ആദ്യം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പടിയിൽ നിന്ന് താഴേക്ക് നോക്കി. ചാരു ചാടിത്തുള്ളി പോകുന്നത് കണ്ട് അവൻ വിളിച്ചു ചോദിച്ചു. ചാരു, എന്താടി? നിന്റെ അച്ഛപ്പങ്ങൾക്ക് ഭ്രാന്താണ്. എവിടെയെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടൂല. അത് പറഞ്ഞുകൊണ്ട് അവൾ വീട് വിട്ടുപോയി. കാര്യമായി എന്തോ ഉണ്ട് എന്ന് ആദിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ചാരു വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോവില്ല എന്ന് അവനറിയാം. ആമയോട് നേരിട്ട് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. അവൻ മുറിയിലേക്ക് നടന്നു. അല്പസമയം കാത്തിരുന്നപ്പോൾ ആമി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. മുഖം ചുവന്നിട്ടുണ്ട്. എന്തു പറ്റി? താനെന്തിനെ കരഞ്ഞി? ആദി സൗമ്യമായി അവളോട് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് മുറി വിട്ടു പോവാൻ തുനിഞ്ഞപ്പോൾ ആദി പുറകിൽ നിന്നെ വിളിച്ചു. ഡോ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ആദി പറഞ്ഞത് കേട്ട് ആമി സൂച്ചിട്ട പോലെ നിന്നു. അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. താൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ തന്നെ തിന്നാനൊന്നും പോകുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് ആദി ബാൽക്കണിയിലേക്ക് പോയി. ആമി പോകണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. അവസാനം പോവാൻ തീരുമാനിച്ചു. ശ്വാസം ഒന്ന് നീട്ടിവിട്ട് അവളും ബാൽക്കണിയിലേക്ക് നടന്നു. ഒരു തുറസായ ബാൽക്കണിയാണ്, ഒത്തിരി വലുത്. ഒരു ഭാഗത്തൊരു കുഞ്ഞു ബെഞ്ചുണ്ട്. പുറകിൽ ആമിയുടെ ശബ്ദം കേട്ട് ആദ്യം കൈകെട്ടി തിരിഞ്ഞു നിന്നും. ഇതുവരെ പിടിച്ചു വെച്ച ധൈര്യമെല്ലാം ചോർന്നു പോകുമോ എന്ന് ആമി ഭയന്നു. തനിക്കെന്നെ പേടിയാണെന്ന് ചാരു പറഞ്ഞു. ആണോ? ആമി ആദ്യമാണെന്നും പിന്നെ അല്ലെന്നും തലയാട്ടി. അത് കണ്ട് ആദ്യം ഒന്ന് ചിരിച്ചു. താനിങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഞാൻ അത്രയ്ക്ക് ഭീകരനൊന്നുമല്ല. അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആരായാലും ദേഷ്യപ്പെട്ടു പോവും. പിന്നെ എല്ലാത്തിൽ നിന്നും ഒന്ന് റിക്കവർ ആവാൻ കുറച്ച് ടൈം എടുത്തു. അതാണ് നമ്മൾ തമ്മിലുള്ള സംസാരം ഇത്ര ദിവസം നീണ്ടുപോയത്. ആദ്യം അത് പറഞ്ഞ് തിരിഞ്ഞു നിന്നു. 1 കൊല്ലം താൻ വെയിറ്റ് ചെയ്യണം, അപ്പോഴേക്കും ഡിവോഴ്സ് നടക്കും. ആമി എന്തോ കേൾക്കാൻ പാടില്ലാത്തതുപോലെ നിന്നു. അച്ഛൻ്റെയും അമ്മയുടെയും മുഖം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഇതിപ്പോൾ ആരും അറിയണ്ട. എല്ലാവരോടും നമുക്ക് പിന്നീട് സംസാരിക്കാം. താൻ എന്തോടും ഇങ്ങനെ നിൽക്കുന്നേ? ഓക്കെ അല്ലേ? അവൾ മറുപടിയായി തലയാട്ടി. എന്നോട് മാത്രമുള്ളൂ ഈ മൗനവ്രതം. എല്ലാവരോടും നല്ല സംസാരമാണ്. പിന്നെ പൂച്ചക്കുഞ്ഞൊന്നല്ല എന്ന് എനിക്കറിയാം. പ്രിയയ്ക്ക് കൊടുത്ത ആ ഒരു ഒറ്റയടിയിൽ എനിക്ക് മനസ്സിലായ കാര്യമാണത്. ആദ്യ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. ആമിയാണെങ്കിൽ എന്ത് പറയണം എന്നറിയാതെ ചമ്മി നാറി. അച്ഛൻ പെങ്ങളെ ക്യാരക്ടർ അങ്ങനെയാണ്, എന്തും തുറന്നടിച്ച് പറയും. പിന്നെ പണത്തിൻ്റെ ഹുങ്കും. താനത് ശ്രദ്ധിക്കേണ്ട. എന്തെങ്കിലും പറയുമ്പോൾ അപ്പോൾ കണ്ണീര് വരുന്ന അങ്ങ് ഒഴിവാക്കിയേക്കണം. പെണ്ണാണ്, തൊട്ടൽ പൊള്ളണം.
ഞാൻ പ്രിയയുടെ മുന്നിൽ കണ്ട അമ്മയുടെ കണ്ണിൽ എന്തിനേയും ചുട്ടരിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നു. അതെന്നും ഉണ്ടാവണം. എന്തുണ്ടെങ്കിലും എന്നോട് പറയാം. നല്ലൊരു ഫ്രണ്ടായി ഞാൻ എന്നും കൂടെ ഉണ്ടാവും. ആമി തലയോർത്തി അവനെ നോക്കി തലയാട്ടി സമ്മതിച്ചു. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കടോ. ആദി പറഞ്ഞത് കേട്ട് ആമി അറിയാതെ ചിരിച്ചുപോയി. ആദി പൊക്കോന്ന് പറഞ്ഞപ്പോൾ അവൾ വേഗം താഴേക്ക് നടന്നു. ഉള്ളിലെ സങ്കടങ്ങൾ പാടെ മറന്നു അവൾ. ചിരിച്ചുകൊണ്ട് താഴേക്ക് വരുന്നവളെ കണ്ട് എന്ത് സൂക്ഷിച്ചു നോക്കി. എന്താ അമ്മക്കുട്ടി ഇങ്ങനെ നോക്കണേ? ആമി അടുക്കളുടെ സ്ലാമ്പിൽ കയറി ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഇവിടെ നിന്ന് കരഞ്ഞു പോയവളാണ് ഇപ്പൊ ചിരിച്ചു വരുന്നത്. എന്ത് പറ്റി? എപ്പോഴും ഇങ്ങനെ കരയാൻ പറ്റുമോ? നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണ്ടേ? പിന്നെ വേണം എന്തോ ആക്കിക്കൊണ്ട് പറഞ്ഞു. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആമിയും ചിന്നുവും മുറ്റത്ത് കൂടെ എന്തോ പണിയിലാണ്. എന്തോ ആദിയുടെ മുറിയിലേക്ക് ചെന്നു. ആദി കണ്ണടിച്ച് കിടക്കായിരുന്നു. ഉറങ്ങിയതാണെന്ന് കരുതി ഇന്ദു തിരിഞ്ഞു നടന്നപ്പോഴേക്കും ആദി വിളിച്ചു. നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കൊന്നുമില്ലപ്പോൾ കുറച്ച് ദിവസമായിട്ട്. കണ്ണു തുറന്ന് അതേ കിടപ്പ് കിടന്നുകൊണ്ട് പറഞ്ഞു. ഇന്ദു അവൻ്റെ അടുത്തിരുന്നു. ആദി അമ്മയുടെ മടിയിലേക്ക് തലവെച്ചു. അവളുടെ കൈകൾ അവൻ്റെ മുടികൾ ഓടി നടന്നു. അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടല്ലോ. ചന്ദ്രു ഇന്ദുലേക്ക് വേഗം പറഞ്ഞാട്ടെ. ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. നീ നല്ലതുപോലെ ചിന്തിക്കണം, എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. എലാസ്റ്റിക് പോലെ വലിച്ചിട്ട കാര്യം പറ. ആമിയെ നീ നിന്റെ കൂടെ കൊണ്ടുപോകും. എന്തോ പറഞ്ഞത് കേട്ട് ആദ്യം എഴുന്നേറ്റിരുന്നു. അമ്മ എന്തൊക്കെയാ പറയണേ? അതൊന്നും നടക്കില്ല. അതിൻ്റെ കണ്ണീര് കാണാൻ എന്നെ കൊണ്ട് വയ്യ മോനു. രുക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിന് ഏത് സമയം വേദനിപ്പിക്കും. അവളോട് എതിർത്തൊന്നും പറയാനും കഴിയില്ല. ഒന്നും ആരോടും പറഞ്ഞില്ലെങ്കിലും ആമയുടെ ഉള്ള എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ ശരി, ഞാൻ വേണമെങ്കിൽ അച്ഛൻ പെങ്ങളോട് പറയാം. എത്ര വട്ടം നീ പറയാതെ പറഞ്ഞു, എന്നിട്ട് കാര്യമുണ്ടായോ? ഇന്ന് അതിൻ്റെ നിൽപ്പ് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. നമ്മളെ ചിന്നനേക്കാൾ 3 വയസ്സെങ്ങാനും ആവും വലുത്. അത്രയേ ഉള്ളൂ. നീ ആലോചിക്കും എന്തു വേണമെന്ന്. പക്ഷെ അമ്മ, ഞാനിവിടെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലല്ലേ, അവിടേക്ക് അവളെ കൊണ്ടുപോകാൻ നടക്കില്ല. ആദ്യം ഒഴിയാൻ വേണ്ടി പറഞ്ഞു. അവിടെ റെന്റിന് വീട് നോക്കും. എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇനി നീ വേണം തീരുമാനിക്കാൻ. കണ്ണ് സാരി തുമ്പുകൊണ്ട് തുടച്ച് അവർ മുറി വിട്ടിറങ്ങി. പടികളിറങ്ങി താഴെ എത്തിയപ്പോൾ തന്നെ ഇന്ദുവിനെ ചാരു വലിച്ചു കൊണ്ടുപോയി സോഫയിലിരുത്തി. എന്തായി, സമ്മതിച്ചോ? ചാരു ആവശ്യത്തോടെ ചോദിച്ചു. എവിടെ? അത് ഇത് എന്നൊക്കെ ഒഴിഞ്ഞു മാറാണ്. സംഭവം എന്തായാലും രുക്കു അവളെ വഴക്ക് പറയുന്നതൊക്കെ അവനും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇനി നീ തീരുമാനിച്ചെന്ന് പറഞ്ഞു ഞാനിങ്ങ് പോന്നു. കണ്ണിലെ ബാക്കിയുള്ള കണ്ണീര് തുടച്ചുകൊണ്ട് എന്തു പറഞ്ഞു. അവിടെ പോയി ഓവറാക്കിയില്ലല്ലോ അല്ലേ? ചാരു പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്ന് പോടി. അഭിനയിക്കാൻ എനിക്ക് ആരും ക്ലാസ് എടുത്ത് തരികയൊന്നും വേണ്ട. ഞാൻ എങ്ങാനും അഭിനയിക്കാൻ പോയിരുന്നെങ്കിൽ ഷീലയ്ക്ക് പുറകിൽ നിന്നേനെ. ഓ, അഭിനയ കുലപതിയല്ലേ? ചാരു നിഷ്കരണം പുച്ഛിച്ചു. വേണമെങ്കിൽ നോക്കിക്കോ, അവൻ എന്നോട് വന്ന് പറയും അവളെ കൊണ്ടുപോവാണെന്ന്. ഓ, മക്കെല്ലാം കണ്ടറിയാം. എൻ്റെ ഭഗവതി, അവൻ്റെ മനസ്സ് മാറ്റി അവളെ കൊണ്ടുപോകാൻ സമ്മതിക്കണേ. ഇതെന്റെ മാനത്തിന്റെ പ്രശ്നമാണ്. ഇന്ദു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചാരുവിനൊന്ന് ചിരിച്ചു കൊടുത്തു. വൈകുന്നേരം 4 മണിയായപ്പോഴാണ് ആദ്യ താഴേക്ക് വന്നത്. ഉമ്മറത്തിരുന്ന് അകത്തേക്ക് നോക്കി അമ്മയെ വിളിച്ചു. അപ്പോഴേക്കും ഇന്ദു ചായയും കൊണ്ട് വന്നിരുന്നു. ഇനി ഇങ്ങനെ ഒച്ച വെക്കണ്ട, ചായ ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം അതിനൊന്ന് ഇളിച്ചു കൊടുത്തു. ഉച്ചമയക്കം കഴിഞ്ഞ് രുക്ക അപ്പോഴേക്കും ഉമ്മറത്ത് വന്നിരുന്നു. ആ പെണ്ണെവിടെ? രുക്ക ഇഷ്ടത്തോട് ചോദിച്ചു. ചാരുവിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്, ചിന്നനുണ്ട് കൂടെ. ഇന്ദു അതിയായ വാത്സല്യത്തോടെ പറഞ്ഞു. അമ്മേ! ചിന്നൻ ഗേറ്റ് കടന്നുകൊണ്ട് വിളിച്ചു. ഇന്ദു തിരിഞ്ഞു നോക്കുമ്പോൾ ആമിയും ചിന്നനും ഓടി വരുന്നുണ്ട്. ചാരു അതിൻ്റെ പുറകിലും. ആമി ഇന്ദുവിൻ്റെ അടുത്ത് പോയിരുന്നു, ചിന്നൻ ആദിയുടെ അടുത്തും. ചാരു അടുത്തുള്ള ഒരു കസേരയിൽ പോയിരുന്നു. എന്താണ് 3 പേരും കൂടെ കാണിച്ചു കൂട്ടിയത്? ഇന്ദു ആമിയെ നോക്കി ചോദിച്ചു. അവളാണെങ്കിൽ പല്ല് മുഴുവൻ കാട്ടി ഇളിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ചാരു നന്നായി ശ്വാസം എടുക്കുന്നുണ്ട്. ചിന്നൻ നിഷ്കുമോട് ഓണാക്കിയാണ് ഇരിപ്പ്. പറ ചിന്ന, എന്താ കാണിച്ചേ? ഇന്ദു കണ്ണിലിട്ടിക്കൊണ്ട് ചിന്നനോട് ചോദിച്ചു. ഞാനല്ല അമ്മേ, ഈ ആമിയച്ചാണ്. ഞാനോ? ഒന്ന് പോടാ. ഞാനൊന്നല്ല അമ്മേ, ഇവൻ തന്നെയാണ് ഒക്കെ ചെയ്ത്. ഞാനോ? അമ്പടി പുളിസു, ഞാനല്ല, നീയാ. മനസ്സ വാച കർമ്മണ അറിയാത്ത കാര്യം പറയുന്നു ദുഷ്ട. ആഹാ, അത്രയ്ക്കായോ? മനസ്സ വാച കർമ്മണ രാമൻ അറിയാത്ത കാര്യം പറയുന്നു. ഇനി 2 മുടിയെ വിഷുവിന് കൊണ്ടുവച്ച പടക്കമുണ്ട്, വായിട്ട് ഞാൻ പൊട്ടിക്കും. ചാരി കലിപ്പ് കൊണ്ട് പറഞ്ഞപ്പോൾ 2 സെബിട്ടിരുന്നു. എൻ്റെ എന്തുമ്മേ, ഒരു പോത്തിനെ കണ്ടു. ആമി അതിനൊന്ന് കല്ലെടുത്ത് എറിഞ്ഞാലോ എന്ന് ചോദിച്ചു. ചിന്നന പോയിക്ക് എറിഞ്ഞു. ഒടുക്കത്ത് ഉന്നായതുകൊണ്ട് അത് നേരെ അതിനെ കൊണ്ടു. അതിൻ്റെ മൊയിലാളി കാണാതെ ഓടി ഓട്ടം ഇവിടെയാണ് വന്ന് നിന്നത്. ചാരു പറഞ്ഞത് കേട്ട് ഇന്ദു ചിന്നനെ നോക്കി. ഒരു കയ്യബദ്ധം, കൊല്ലരുത് എന്ന എക്സ്പ്രഷൻ ഇട്ട് ചിന്നൻ ഇന്ദുവിനെ നോക്കി. ഡി പെണ്ണെ, എനിക്ക് പോയി ഒരു ചായ ഇട്ടിട്ട് വാ. രുക്ക ആമിയെ നോക്കി പറഞ്ഞു. ഞാൻ കൊണ്ടുവരാം. ഇന്ദു എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാൻ അവളോടാണ് പറഞ്ഞ്, അവൾ ചെയ്തോളൂ. രുക്കു ഒന്നുകൂടെ പറഞ്ഞപ്പോൾ ആമി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി.
ആദ്യം അവൾ പോകുന്ന നോക്കി ചായ കുടിച്ചു. കുറച്ച് സമയത്തിന് ശേഷം ആമി ചായയുമായി വന്നു. രുക്വിന് കൊടുത്തു. വീണ്ടും അവിടെ ഇരുന്നു. അല്ല ആമി, നീ അലോട്ട്മെന്റിന് കൊടുത്തോ? ചാരു ചോദിക്കുന്ന കേട്ട് ആമി ഇല്ലാന്ന രീതിയിൽ തലയാട്ടി. +2 എത്ര ശതമാനമുണ്ട് നിനക്ക്? 94. ആമിച്ച് പഠിപ്പിയാണോ? ചിന്ന അത്ഭുതത്തോട് ചോദിച്ചു. പഠിപ്പായതുകൊണ്ടല്ല, സാഹചര്യം ആയതുകൊണ്ടാണ്. അച്ഛൻ പെങ്ങൾ പറയുന്നത് പോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുടുംബമല്ലേ. പൈസ കൊടുത്ത് തുടർന്ന് പഠിക്കാനൊന്നുള്ള അവസ്ഥയല്ലല്ലോ. അപ്പോൾ പഠിച്ചു തന്നെ നേടണം. ആമി പറഞ്ഞത് കേട്ട് എല്ലാവരും അവളെ നോക്കി. ആനന്ദ് സാർ പറഞ്ഞിട്ടുണ്ടല്ലോ അവളുടെ ആമിക്കുട്ടൻ പാട്ടിലും ഡാൻസിലും എല്ലാം നമ്പർ 1 ആയിരുന്നെന്ന്. ചാരു പറഞ്ഞത് കേട്ട് ആമി ചിരിച്ചു. പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസും പാട്ടും എല്ലാം പഠിക്കാൻ പോകാറുണ്ടായിരുന്നു. അച്ഛൻ വീഴുന്ന ശേഷം പിന്നെ അതൊക്കെ നിർത്തി. നാളെ തന്നെ പോയി ചെയ്യാനുള്ളതെല്ലാം ചെയ്യട്ടോ. ഡിഗ്രി നമുക്ക് എടുക്കണം. ആമിയുടെ മുഖം മാറുന്നുണ്ടെന്ന് കണ്ട് ചാരു വേഗം വിഷയം മാറ്റി. അവൾ സന്തോഷത്തോടെ തലയാട്ടി. ആദ്യം എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അവൻ്റെ മനസ്സ് എന്ത് തീരുമാനിക്കണമെന്നറിയാതെ വലഞ്ഞു. രാത്രി വിശ്വനാഥനുമായി ഹാളിലിരുന്ന് സംസാരിക്കുകയായിരുന്ന ആമി. മുറ്റത്തേതോ ബൈക്കിന്റെ ശബ്ദം കേട്ട് അവർ എഴുന്നേറ്റു. അതേസമയം തന്നെ ആദി ഇറങ്ങി വന്നു. ഉമ്മറത്തെ പടി കയറി വരുന്ന നന്ദനെ കണ്ട് ആമി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. നന്ദൻ അവളുടെ നെറ്റിത്തടത്തിൽ അരുമയായി മുത്തി. വിശ്വനാഥൻ നന്ദനെ അകത്തേക്ക് ക്ഷണിച്ചു. ആദിയെ കണ്ട് നന്ദൻ അവന് കൈ കൊടുത്തു. ആമി നന്ദനോട് ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട്. നന്ദൻ ചുമ്മാ വന്നതാണോ? ആമി ചോദിച്ചു. അല്ല, നിന്റെ അച്ഛൻ പറഞ്ഞയച്ചതാ. നന്ദ! ആമി കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് വിളിച്ചു. എടി സത്യാണ്, അമ്മമ്മ പറഞ്ഞയച്ചതാ. അങ്ങനെ ഞാൻ കരുതി നീ എൻ്റെ അച്ഛനെ വിളിച്ചതാണെന്ന്. അല്ല, എന്തെങ്കിലും വിശേഷമുണ്ടോ? അതിതുവരെ നിങ്ങളങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അമ്മാമ്മയ്ക്കാണെങ്കിൽ ഇങ്ങോട്ട് വരാനും പറ്റില്ല. അളിയൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വന്നത്. നാളെ അങ്ങോട്ട് വിരുന്നിനെ ക്ഷണിക്കാൻ. നന്ദൻ വന്നതിൻ്റെ കാരണം വിശദീകരിച്ചു. അത് ഞങ്ങൾ നാളെ പോവാണ്. ആദ്യം പറഞ്ഞത് മനസ്സിലാവാതെ നന്ദൻ ആമിയെ നോക്കി. എന്നാൽ അതേ അവസ്ഥയിൽ തന്നെയാണ് ആമിയും. ഇന്നൊരു ദിവസത്തേക്കാണ് ഞാൻ വന്നത്. നാളെ രാവിലെ തന്നെ എനിക്ക് പോവണം. ഇവളെ ഞാൻ കൊണ്ടുപോവാണ്. ആദ്യം പറഞ്ഞത് കേട്ട് ആമി നെട്ടി. നന്ദന് കുടിക്കാമെന്ന ജ്യൂസ് കൊടുത്ത് തിരിഞ്ഞ ഇന്ദുവിനുള്ളിൽ അതിയായ സന്തോഷമായി. വാതിൽപ്പടിയിൽ നിന്ന് ചാരു വായ തുറന്ന് ഇന്ദുവിനെ ഇടി ഭയങ്കരി എന്ന രീതിയിൽ നോക്കി. ഇന്ദു ആണെങ്കിൽ ഇതൊക്കെ എന്ത് എന്ന മട്ടിലും. ഞങ്ങൾ പിന്നൊരു ദിവസം വരുന്നുണ്ട്. ഒരു കേസിൻ്റെ പുറകെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. തനിക്ക് ഒന്നും തോന്നരുത്. അതൊന്നുമില്ല. ഇത് കേട്ടാൽ അമ്മാമ്മയ്ക്ക് സന്തോഷമാവുകയുള്ളൂ. നന്ദൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. നന്ദൻ ഗ്ലാസ് ആമിയെ ഏൽപ്പിച്ച് എഴുന്നേറ്റു. ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ നന്ദ, വിശ്വനാഥൻ പറഞ്ഞു. ഇല്ലെങ്കിൽ പോകണം, പിന്നെ വരാലോ. അയാളോട് സ്നേഹത്തോടെ നിരസിച്ചിട്ട് അവന് പുറത്തേക്ക് നടന്നു. പുറകെയായി ആമിയും. നന്ദ! ആമി പുറകിൽ നിന്ന് വിളിച്ചപ്പോൾ നന്ദൻ തിരിഞ്ഞു നോക്കി. വിഷമമായോ? എന്തിന്? ഇത് സന്തോഷമുള്ള കാര്യമല്ലേ. അച്ഛനോട് പറയണേ. ആൾക്ക് തിരക്കായോണ്ടാണെന്ന്. ആമി പറഞ്ഞത് കേട്ട് നന്ദൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് തലയാട്ടി. അവിടെ പോയി അലമ്പ് കാണിക്കരുത്. ആദ്യം പറയുന്നത് എല്ലാം കേൾക്കണം. ആമി തലയാട്ടി സമ്മതിച്ചു. നന്ദൻ്റെ ബൈക്ക് ഗേറ്റ് കടന്ന് പോകുന്നത് വരെ അവൾ നോക്കി നിന്നു.